കിളി കിളിയേ കളമൊഴിയേ. കാരണം ഞാൻ അഭിനയിച്ച ഒരു 90% സിനിമയിലും ഡയലോഗ് സീൻസ് എഴുതിയിരിക്കുന്ന മുഴുവൻ കോമഡി എഴുതിയിരിക്കുന്ന അദ്ദേഹം. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞ ആളിപ്പോൾ എൻ്റെ കൂടെ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. നമസ്കാരം. എന്നോടൊപ്പം കൂടെ ഉള്ളത്, അതായത് മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലത നമ്പൂതിരിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഞാൻ പലപ്പോഴും ചേച്ചിയായിട്ട് പേഴ്സണലി ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പോഴും ഞാൻ ആഗ്രഹിച്ചാണ് ചേച്ചിയുടെ സിനിമാ ജീവിതം എവിടെയാണ് തുടങ്ങിയതെന്ന് ഉള്ള ആ ഒരു കോൺവെർസേഷനിൽ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ആ ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ സിനിമയെ ഞാൻ ആഗ്രഹിച്ചു പോയതല്ല, സിനിമ എന്നെ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതാ. അത് ശരി. കാരണം എന്താ വെച്ചാല് എൻ്റെ അച്ഛൻ്റെ സഹോദരി നസീർ സാറിൻ്റെ കൂടെ 2 സിനിമയിൽ നായികയായിരുന്നു പണ്ട്. കുമാരി തങ്കം, കിടപ്പാടം, പിന്നെ വേറൊരു സിനിമകളുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ അവർ സിനിമ എടുത്തുകൊണ്ടിരുന്നു. കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ അപ്പച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് ലളിതാ പത്മിനി രാഗിണിമാരുടെ വല്യമ്മയുടെ മകനെയാണ്, സത്യപാൽ, PK സത്യപാൽ. അപ്പോൾ അവർ ഉമ്മണി തങ്കാവേല് തിളവ എന്നൊക്കെ പറഞ്ഞ് പടങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പം വേറെ വിരുദ്ധ ശംഖൊന്നും പറഞ്ഞിട്ടൊരു പടം, അതിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ KPSCയിൽ പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഒരുപാട് പേര് നിർബന്ധിച്ചിട്ടാണ് നാടകത്തിൽ പാടാനും എന്നെ വിളിച്ചു. അന്നൊരു 10-15 വയസ്സേ ഉള്ളൂ. അപ്പോൾ തോപ്പിൽ ഭാസിയുടെ എന്നെ ഒരു കുട്ടിയുടെ വേഷം അഭിനയിപ്പിച്ചു, യുദ്ധകാണ്ഡം. അപ്പോൾ അങ്ങനെ വിളിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 2 പ്രാവശ്യം ലൈറ്റ് മ്യൂസിക്കിന് സ്റ്റേറ്റ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ജമ്പിനും ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതെ. എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പാട്ടും അല്ലെങ്കിൽ സ്പോർട്സും ആയിരുന്നു, സിനിമയല്ല. അപ്പോൾ അങ്ങനെ അന്നത്തെ പേപ്പറിലൊക്കെ വന്നു, ഇങ്ങനെ ഈ കുട്ടി ഇനി ഫസ്റ്റ് കിട്ടി, അപ്പോൾ ഒരാളെ പാടാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരുന്നു KPSCയിൽ. അങ്ങനെ ഞാനവിടെ പാടാനായിട്ട് എന്നെ കൊണ്ടുപോയി. അത് ഒരുപാട് നിർബന്ധിച്ച് ഒരുപാട് പേരുടെ റെക്കമെൻഡേഷനിലാണ് പോയത്. അപ്പം പക്ഷേ നമുക്കറിയില്ലായിരുന്നു ഈ നാടകം ഡെയിലി ഉണ്ടാവുമെന്ന്. അപ്പം ഇവരുടെ ക്യാമ്പ് വന്നിട്ട് കായംകുളത്തും, എൻ്റെ വീട് ഹരിപ്പാടുക താമസിക്കുന്നത്, അമ്മ ടീച്ചറാണ്. അപ്പം ഇവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുന്ന് ഒരു 10-14 കിലോമീറ്ററേ ഉള്ളൂ, നമുക്ക് ഇവിടുന്ന് സ്കൂളിൽ പോയി പഠിക്കാം, പിന്നെ റിഹേഴ്സൽ വൈകുന്നേരം വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പോയത്. ഒടുക്കം റിഹേഴ്സലൊക്കെ കഴിഞ്ഞു, നാടകമൊക്കെ തുടങ്ങിയ പിന്നെ പോകാനേ പറ്റിയിട്ടില്ല. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഒരു 2-3 മാസമേ പോയിട്ടുള്ളൂ. അവിടെ വെച്ച് എൻ്റെ പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞു. പിന്നെ ഈ നാടകം എന്ന് പറയുന്നത് ഈ മാസത്തിൽ ഒരു 2 ദിവസമേ നമുക്ക് ലീവുള്ളൂ, ബാക്കി എല്ലാം നാടകം. കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ എന്താ വെച്ചാൽ ഇപ്പം ഇതുപോലെ പിന്നെ മൊബൈലോ അങ്ങനെയുള്ള വേറെ ലൈവാണ്. അപ്പം നാടകത്തിനൊക്കെ അന്ന് വലിയ പ്രാധാന്യം, പ്രത്യേകിച്ച് KPSC നാടകമൊക്കെ. അപ്പോൾ അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എന്നെ അതിലൊരു കുട്ടിയുടെ വേഷം അഭിനയിപ്പിച്ചു. അപ്പം ഞാൻ പാടുകയും ചെയ്യുന്നു, അഭിനയിക്കുകയും ചെയ്യുന്നു. പക്ഷെ എനിക്ക് താല്പര്യമായിരുന്നു, കാരണം ഇവരുടെ ഈ വാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാമല്ലോ. ഇവിടെ ഈ 6 മാസം നാടകം കഴിയുമ്പോൾ മഴ വരുമ്പോഴും നോർത്ത് ഇന്ത്യയിലോട്ട് പോകും. അപ്പോൾ ഞാനെന്ന് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ KPSC ലളിത ചേച്ചി, പിന്നെ ലീല, KPSC ലീല, D ഫിലിപ്പ്, N ഗോവിന്ദൻകുട്ടി, ആലുമൂടൻ, അടൂർ ഭവാനി, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം അത് ഭയങ്കര റീച്ചായിരുന്നു, എല്ലാവരും ഭയങ്കരമായിട്ട് നാടകം. ഈ പറയുന്നതിനിടയ്ക്ക് ആദ്യമായിട്ട് പാടിയ ആ പാട്ട് ഏതാണെന്ന് ഒന്ന് പാടാൻ പറ്റുമോ? ആദ്യമായിട്ട് KPSC അതിൽ പിന്നെ ബാബുരാജ് ആയിരുന്നു മ്യൂസിക്. വയലാർ അദ്ദേഹം എഴുതിയ പാട്ട് കിളി കിളി കളമൊഴി. ആദ്യത്തെ എന്ന് വെച്ചാൽ തിലകൻ ചേട്ടൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു 2 നാടക കമ്പനി ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ നാടകത്തിൽ ഈ കുട്ടിയെ സ്റ്റേജിലൊരു പാട്ട് പാടിക്കണമെന്ന് പറഞ്ഞിട്ട് തിലകൻ ചേട്ടന് കൊണ്ടുവരിക. അപ്പോൾ തിലകൻ ഒരു ഉടുക്കൊക്കെ കൊട്ടിയിട്ട് ആദ്യത്തെ നാടകത്തിന് മാത്രം അത് കിളി കിളിയെ കളമൊഴിയെ എന്നൊരു പാട്ടായിരുന്നു. 2 ലൈൻ പാടാവോ? കിളി കിളിയേ കളമൊഴിയേ കതിര് കാണാ പൈങ്കിളിയേ കണി കാണാൻ തൊയിലുണരൂ തൊയിലുണരൂ.
സൂപ്പർ. അതാണ് പാട്ട്. അതല്ല, ആ കാലഘട്ടത്തിൽ പാടിയിരുന്ന പാട്ട് ഇന്നും ഓർത്ത് വീണ്ടും പാടുന്നു. ഒരു പ്രത്യേകതയാണ്. അതെ അതെ അതെ. ആ ഇതിൽ ആ നാടകത്തിലൂടെയുള്ള യാത്ര എത്ര നാൾ അങ്ങനെ പോയി? ഞാൻ 2 വർഷം അഭിനയിച്ചുള്ളൂ. അപ്പോഴത്തെ ഇങ്ങനെ ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നു എന്ന് അറിഞ്ഞ എൻ്റെ അച്ഛൻ്റെ സഹോദരരൊക്കെ മദ്രാസിലായിരുന്നു സിനിമ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു നമ്മുടെ ബന്ധുക്കളല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ അമ്മയെല്ലാം കൂടെ നിർബന്ധിച്ച് മദ്രാസിൽ പോകുന്നു. മദ്രാസിൽ പോയി ചെന്ന് കഴിഞ്ഞതിന് ശേഷം അറിയുന്നത്, അപ്പം എൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ പ്രൈം മിനിസ്റ്ററോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നായകൻ എന്നല്ലേ. അപ്പം ഭയങ്കര സ്വപ്നം കണ്ടുകൊണ്ട് പോവുക ട്രെയിനിൽ. ഇങ്ങനെ അവിടെ ചെന്ന് വീട്ടിലിങ്ങനെ ഇരുന്നു. അപ്പോൾ ഉണ്ട് പിന്നെ ഒരാളവിടെ മുറുക്കാനൊക്കെ മുറുക്കി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എൻ്റെ അപ്പച്ചി കാണിച്ചു, ദാദാ ഇരിക്കുന്ന ആളാണ് നിന്റെ നായകൻ അടൂർ ഭാസി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചു, ഈശ്വര ഇങ്ങേർക്ക് അന്നേ 40 വയസ്സുണ്ട്, എനിക്ക് 16 വയസ്സേ ഉള്ളൂ, ഇങ്ങേരുടെ കൂടെ ഞാൻ അഭിനയിക്കാനോ? അത് തന്നെയല്ല, കോമഡിയാണ്. കോമഡി നമുക്ക് ഒരു നാട്ടും പുറത്ത് ജനിച്ച് എനിക്ക് എന്ത് കോമഡി എനിക്കറിയാൻ വയ്യ. അതിൻ്റെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വന്തം കയ്യിൽ നിന്നിട്ട് പറയണം, കൗണ്ടർ പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും എനിക്കറിയാൻ വയ്യ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ അന്നത്തെ ആ രൂപമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നി, എൻ്റെ ദൈവമേ ഇത് വേണ്ട. ഞാൻ ആ സിനിമ അഭിനയിച്ചില്ല. അഭിനയിച്ചില്ല. കാരണം എനിക്ക് ആ ഫസ്റ്റ് തന്നെ കണ്ടപ്പോഴേ മാനസികമായി നമുക്ക് അതിനോട് താല്പര്യം പോയി. പുള്ളി ഇങ്ങനെ മുറുക്കാനൊക്കെ മുറുക്കി ഇങ്ങനെ ഇതാക്കി. അപ്പം അതൊരു തമാശ സിനിമയാണ് പിന്നെ ശംഖു. അപ്പം ഞാൻ അതിൽ അഭിനയിച്ചില്ല, ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ. അവൻ നമുക്ക് തിരിച്ചു പൊക്കളയാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അവിടെ അവരുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ സത്യൻ സാറിൻ്റെ മകളായിട്ട് പടം വന്നു. എന്നാൽ ശരി, അത് ഹൈദരാബാദിലായിരുന്നു ഷൂട്ടിങ്, PA തോമസ് ഡയറക്ഷൻ. അപ്പോൾ അതിൽ പോയി അഭിനയിച്ചു. അന്ന് അതിൽ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് 2ാം അമ്മയായിട്ട് മറ്റേ ഉഷാകുമാരി. അപ്പോൾ അങ്ങനെ അതിൽ പോയി അഭിനയിച്ചു. അത് കഴിഞ്ഞ് അമ്മയോട് പറഞ്ഞു, ഇനി നമുക്ക് പൊക്കളയാം. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും സിനിമ വന്നു. അതാണ് M. കൃഷ്ണൻ നായർ സാർ ഡയറക്റ്റ് ചെയ്ത പിന്നെ പഠിച്ച കഥ. അപ്പം പിന്നെ അതിൽ ഈ ബാസ്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണ്ടേ. അപ്പം ഡയറക്ടർ പറഞ്ഞു, പിന്നെ ഇതിലൊരു പടത്തിൽ അഭിനയിച്ചിട്ട് പൊയ്ക്കൂ. എന്താ പറ്റിയെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ചെറുപ്പക്കാരികളില്ല കോമഡി അഭിനയിക്കാൻ, കുറേ പ്രായമായ സ്ത്രീകളാണ്. അപ്പം പിന്നെ കൃഷ്ണനായർ സാറ് പറഞ്ഞു, ഈ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് പോയിക്കും. എന്നെ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേണ്ടെന്ന്, എന്ന് ഈ പടത്തിൽ അഭിനയിച്ച് മതി, സിനിമയെ വേണ്ട. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ആദ്യം എടുക്കുന്നത് ഒരു പാട്ട് സീനാണ്. അതിൻ്റെ അസീസ് സാറും ഉണ്ട്, ഞാനുണ്ട്, ബാസ്ചേട്ടനുണ്ട്. അതൊരു മദ്രാസിലൊരു സൂവിലാണ്. അവിടെ ഒരു ആനയൊക്കെ നിൽക്കുന്ന ഒരു ഷോട്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ ആ പാട്ടിന്റെ ഇടയിൽ ബാസ്ചേട്ടൻ ഈ ആനയുടെ അടിയിൽ കൂടെ നടക്കുന്നു, കൊമ്പി പിടിക്കുന്നു ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ കാണിക്കാനാ, ഞാൻ ജന്മം ചെയ്താൽ സമ്മതിക്കത്തില്ല. ഈ ആനയുടെ അടിയിൽ കൂടെ ഞാൻ നടക്കത്തില്ല. ഞാൻ ആലോചിച്ചത്, ദൈവമേ സിനിമ അഭിനയിക്കാൻ വന്നിട്ട് ഈ ആന ചവിട്ടി കൊല്ലാൻ എന്തോ ഇത്. അങ്ങനെ ഭയങ്കര ദേഷ്യം, അങ്ങനെ കൊമ്പ. അപ്പൊ ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരുന്നപ്പോൾ നസീർ സാറ് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നൊരു കുട്ടിയിൽ ഈ ആനയുടെ അടിയിൽ കൂടെ നടക്കണമെന്നൊക്കെ പറയും, നിങ്ങൾക്ക് എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ അല്ലല്ലോ. അങ്ങനെ ഒരു കോംപ്രമൈസിൽ അങ്ങനെ പോയി. എന്തായാലും ഈ സിനിമ കഴിഞ്ഞ സ്ഥലം വിടുക മതി. ഈ സിനിമ കൊടുക്കുന്ന നടന്നുകൊണ്ടിരുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ വേറെ സിനിമയിലേക്ക്. അതാ ഞാൻ പറഞ്ഞത്, സിനിമ ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് പോയില്ല, സിനിമയെല്ലാം ഇങ്ങോട്ട് വന്നു. കാരണം എന്താ വെച്ചാൽ ഈ കഥാപാത്രം ചെയ്യാൻ ആളില്ലല്ലോ, അതുകൊണ്ടാ. എല്ലാവരും വരുന്നവരൊക്കെ നായികമാരാവാൻ നോക്കുകയല്ലേ. ആർക്കും കോമഡി ഇഷ്ടമല്ല, അതല്ല സപ്പോർട്ടിങ് ക്യാരക്ടർ ഇഷ്ടമല്ല, എല്ലാവരും നായികമാരാകണം. അങ്ങനെ ഈ ബാസ്ചേട്ടൻ്റെ കൂടെ ഒരു 10-12 സിനിമ കഴിഞ്ഞിട്ടാണ് ഞാനൊരു ട്രാക്കിൽ വീണത്. കാരണം ഈ അതെ. അപ്പൊ അങ്ങനെ, അതായത് ഒന്നും എഴുതി വെക്കുന്നതല്ല ഒന്നാമത്. അദ്ദേഹം പറയുന്നതിന് നമ്മൾ മറുപടി പറയണം, എന്തെങ്കിലും കൗണ്ടർ പറയണം. അന്നേ ഉണ്ട് ഈ കൗണ്ടർ സംവിധാനം. അയ്യോ, അന്നേ ഉണ്ട്. അന്ന് പിന്നെന്ന് വെച്ചാൽ സെറ്റിൽ ഷൂട്ട് ചെയ്യില്ലേ നമ്മൾ, എല്ലാം 6 സൗണ്ട് ആണല്ലോ, അതാണ്. അപ്പൊ ഡബിങ് അല്ല, ഡബിങ് എടുക്കുന്നത് തന്നെ നമ്മൾ ഔട്ട്ഡോർ വന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിളികളുടെ ശബ്ദമോ ഒക്കെ, അതുകൊണ്ടാണ് അത് ഡബ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഒരു സീൻ എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് നിന്നു ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞു, പെട്ടെന്ന് തീരും. അപ്പം അങ്ങനെ ഒരു സംവിധാനമായപ്പോൾ ഇദ്ദേഹം എന്ത് പറയുമെന്ന് നമുക്ക് അറിയാൻ ഒക്കത്തില്ല. ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയും, അത് ടേക്കിലേ പറയത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ കൗണ്ടർ പറയും. അങ്ങനെ പിന്നെ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അതെനിക്ക് രസമായിട്ട് തോന്നി. കാരണം ആദ്യത്തെ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞ ആളിപ്പോ എൻ്റെ കൂടെ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. പിന്നെ കുറേ സിനിമകൾ. പിന്നെ വേറെ അദ്ദേഹം ഒരു വലിയ കലാകാരനാണ്. കാരണം
വലിയൊരു സാഹിത്യകാരൻ്റെ മകനാണ്. ജി വി കൃഷ്ണപിള്ള. പിന്നെ സി വി രാമൻപിള്ളയുടെ പിന്നെ മകളുടെ പിന്നെ അതാണ് അമ്മ. അപ്പോൾ അങ്ങനെ ഒരുപാട് കലാപരമായിട്ട് അദ്ദേഹം വളരെ ഒരു പ്രശസ്തനാണ്. അപ്പം അങ്ങനെ പാട്ട് എഴുതും, പിന്നെ എന്താ പറയുന്നത്, മ്യൂസിക് ഉണ്ടാക്കും, എല്ലാം. സകലകലാ വല്ലഭനായിരുന്നു. കാരണം ഞാൻ അഭിനയിച്ച ഒരു 90% സിനിമയിലും ഡയലോഗ് സീൻസ് എഴുതിയിരിക്കുന്ന മുഴുവൻ കോമഡി എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. മറ്റേത് പലരും എന്ന് വെച്ചാൽ വലിയ വലിയ സാഹിത്യകാരന്മാരുണ്ട്, അതിലൊന്നും കോമഡി ഇല്ല. അപ്പോൾ കോമഡിക്കെന്ന് പറഞ്ഞ ഒരു തനി ട്രാക്ക് ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പം അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ ഏകദേശം ഞാൻ അഭിനയം നിർത്തുന്നതിനുള്ള ഒരു 250 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ശ്രീലത നമ്പൂതിരി ചേച്ചി ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത്. ഇത് തുടരുന്ന ഒരു ഷോയാണ്. ഇതിൻ്റെ 1ാം ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. തീർച്ചയായിട്ടും മറക്കരുത്. വീണ്ടും അടുത്ത ഷോയുമായി ഞങ്ങൾ എത്തുന്നു. നമസ്കാരം. നമസ്കാരം.